പാക് കപ്പലിനെ ഹോർമൂസിലൂടെ കടത്തിവിടാതെ ഇറാൻ. കറാച്ചിയിലേക്കുള്ള സെലൻ കണ്ടെയ്നർ കപ്പൽ ഹോർമൂസ് കടക്കുന്നത് IRGC തടഞ്ഞു. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കപ്പൽ തടഞ്ഞത്. കാബൂളിലെ ഇറാൻ എംബസിയാണ് കപ്പൽ തടഞ്ഞത് ഔദ്യോഗികമായി അറിയിച്ചത്. ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾ ഹോർമൂസ് കടക്കാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഐസൻ ജോസ് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? നേരത്തെ രോഹിണി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശത്രു രാജ്യങ്ങളുടെ, അതായത് സൗഹൃദമുള്ള രാജ്യങ്ങളുടെ മാത്രം കപ്പലുകൾ കടത്തിവിടുമെന്നും ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടില്ല എന്ന നിലപാടുമാണ് നേരത്തെ ഇറാൻ അറിയിച്ചിരുന്നത്. അങ്ങനെയാണ് ഹോർമൂസിലെ ശക്തമായ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന് കണിശമായ നീക്കങ്ങൾ നടത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനിലേക്കുള്ള, അല്ലെങ്കിൽ കറാച്ചിയിലേക്കുള്ള ഈ കപ്പൽ തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം IRGCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. IRGC നാവികസേനാ വിഭാഗം ഇക്കാര്യം കപ്പൽ കൃത്യമായി തടയുകയും കപ്പൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കപ്പൽ ഹോർമൂസ് കടക്കാൻ എത്തിയതെന്നും അത് എണ്ണ ടാങ്കറാണ് എന്നതും ഒരു വസ്തുതയായി മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കപ്പലിൻ്റെ പേര് സെലൻ എന്നാണെങ്കിലും അത് സംബന്ധിച്ചുള്ള ആ കപ്പൽ എവിടെ നിന്ന് പുറപ്പെട്ടു, എവിടേക്ക് പോകുന്നു എന്ന് സംബന്ധിച്ചുള്ള, കറാച്ചിയിലേക്ക് പോകുന്നു എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുണ്ട് എങ്കിൽ കൂടി ഈ കപ്പലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്താണെന്നോ ചരക്ക് എന്താണെന്നോ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒരു അറിയിപ്പോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും സെലൻ എന്ന് പറയുന്ന കണ്ടെയ്നർ കപ്പൽ തടഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി നമുക്ക് നൽകാൻ സാധിക്കുന്നത്. തീർച്ചയായും അതിശക്തമായ ഒരു പ്രതിരോധം ഹോർമൂസിൽ സൃഷ്ടിക്കുമ്പോൾ പാകിസ്ഥാനിലേക്കുള്ള കപ്പലുകളും അത്തരത്തിൽ തടയപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവവികാസമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത നടപടികൾ പാകിസ്ഥാനെതിരെയും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ആ ഒരു നീക്കം നൽകുന്ന ചില സൂചനകളുണ്ട്. ആ സൂചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തുടർ ചർച്ചകൾ നടത്തുമെന്നൊരു നിലപാട്, അതായത് 5 ദിവസത്തേക്ക് ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തില്ല, ആ കാലഘട്ടത്തിൽ ആക്രമണങ്ങൾ നിർത്തിവെക്കും എന്ന നിലപാട് അറിയിക്കുകയും ചെയ്ത ആ ഒരു പശ്ചാത്തലത്തിൽ തുടർ ചർച്ചകൾ നടക്കുന്നു. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കറാച്ചിയിലേക്ക് പോകുന്ന ഹോർമൂസ് കടക്കാനെത്തിയ കപ്പൽ ഇറാൻ തടഞ്ഞത് കൃത്യമായൊരു രാഷ്ട്രീയ മാനദണ്ഡം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. IRGC ആണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും IRGC ആണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നും അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ IRGC അറിയാതെയുള്ള, അല്ലെങ്കിൽ സമാധാനത്തിനുള്ള നീക്കങ്ങൾ IRGC അറിയാതെയുള്ള നീക്കങ്ങളുടെ ഭാഗമാണെന്നും കൃത്യമായ സൂചനയിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെന്നെത്തുന്നത്. രോഹിണി. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.